ടഫ്സിന് നമുക്ക് ആൻഫീൽഡിന്റെ മാനേജർ ഉണ്ട്, നമ്മളുടെ സ്കൂളിന്റെ മെന്ററും അറബിക്കിന്റെ ടീച്ചറൊക്കെയാണ് മോസിൻ സാർ. മോസിൻ സാറോട് ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് മോസിൻ സാറിന്റെ എന്താണ് മോസിൻ സാറേ, നമ്മളിപ്പോ കുട്ടികളെ ഇതിപ്പോ JCL ആണ് എങ്കിൽ കൂടി മന്ത്ലി കുട്ടികളെ ടർഫിൽ കൊണ്ടുപോകുന്ന മെയിൻ ആളാണ്, നമ്മളുടെ മെന്ററാണ്. എന്തിനാ ശരിക്കും ഇങ്ങനെ നമ്മുടെ സീരിയസ് ആയിട്ടുള്ള സയൻസ് അക്കാഡമി എന്നൊക്കെ പറയുമ്പോൾ എൻട്രൻസും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കുള്ള ഈ കൊണ്ടുവരുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? കുട്ടികൾക്ക് എങ്ങനെയാണ് അത് ഹെൽപ്ഫുൾ ആകുന്നത് പഠിക്കാനൊക്കെ? ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ചലഞ്ചസ്, ഇപ്പൊ എന്റെ സൗണ്ട് ഒക്കെ പോയി ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് അതേപോലെ എതിർ ടീമിനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് ഭയങ്കര കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ജോബിനാണെങ്കിലും ഇപ്പൊ പരീക്ഷകൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്, എല്ലാവരും നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ലോകത്ത് സമ്മർദ്ദങ്ങൾ ഭയങ്കര, ആ സമ്മർദ്ദങ്ങൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിന്റെ ഒരു വലിയ ഒരു മാതൃക കൂടിയാണ് ഇത്തരത്തിലുള്ള ഗ്രൗണ്ടുകൾ. കാരണം എതിർ ടീമിന്റെ ഇപ്പൊ ഞാനടക്കം എതിർ ടീമിനെ നല്ലോണം മാനസികമായി തളർത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ തളർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പൊരുതാനും ഞാൻ ഡയലോഗ് അടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണ്ട എന്ന് എതിർ ടീമിലെ കുട്ടികൾ പറയുന്നതൊക്കെ അവരുടെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വർദ്ധിപ്പിക്കാനും അതേപോലെ അവരുടെ ഡിറ്റർമിനേഷൻ, ജയിക്കണം എന്ന് തോന്നിയാൽ ആരെതിർത്താലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഒക്കെ വളർത്താൻ ഭയങ്കര ഉപകാരപ്പെടുന്നതാണ് തോന്നുന്നത്. തീർച്ചയായും ഇങ്ങനത്തെ കളികൾ ഇനി ഉണ്ടാവണം.